നമുക്കേ കല്യാണ ഒരുക്കങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. കല്യാണത്തിന് ക്ഷണിക്കാനുള്ളവരുടെ ലിസ്റ്റില് എന്റെ അമ്മയുടെ പേര് മറന്നുപോയേക്കല്ലേ? ഇത് കല്യാണം ക്ഷണിക്കേണ്ടവരുടെ ലിസ്റ്റ് അല്ല. നമുക്ക് കല്യാണത്തിന് അടുപ്പിക്കേണ്ട സാമഗ്രികളുടെ ലിസ്റ്റാ ഇപ്പൊ തയ്യാറാക്കേണ്ടത്. അഥവാ വിവാഹം നടത്താൻ അവർക്ക് പണം ഉണ്ടെങ്കിൽ തന്നെ ഈ വിവാഹം നടത്താൻ രാഹി അനുവദിക്കില്ല. നീ എന്താ ആലോചിക്കുന്നേ? രാജീവിന്റെ അമ്മയെ അമ്മയൊന്ന് വിളിക്കുന്നത് നന്നായിരിക്കും. രജിസ്റ്റർ വിവാഹം ആയാലും വിരോധമില്ലെന്നല്ലേ അവര് പറഞ്ഞത്. എന്നിട്ട് രാജീവിന്റെ സഹോദരി ഇവിടെ വന്ന് കാണിച്ച കോപ്രായങ്ങളോ? അവള് പറഞ്ഞതനുസരിച്ച് 1 കോടി മുടക്കിയാലും വിവാഹ ചെലവിന് തികയില്ല. അമ്മേ, ഈ രാഖി എന്ന് പറയുന്നവര് കാഞ്ഞ വിത്ത. അവളും ഭർത്താവും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എങ്ങനെ ഈ വിവാഹം മുടക്കാന്നുള്ളതാ അവരുടെ ലക്ഷ്യം. അതൊക്കെ നിന്റെ തോന്നല മോളെ. സ്വന്തം സഹോദരന്റെ വിവാഹം മുടക്കണമെന്ന് ഏതെങ്കിലും ഒരു സഹോദരി ആഗ്രഹിക്കോ? പിന്നെ സഹോദരന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള ഒരു ആർഭാട വിവാഹം അത് ന്യായമല്ലേ? ഒരു 2ാം കെട്ടുകാരൻ എന്തിനാ ഇത്ര ആഡംബര കല്യാണം? നീ എന്തിപ്പോ പറഞ്ഞത്? എന്നാലും അമ്മ രാജീവിന്റെ അമ്മയൊന്ന് വിളിക്കണം. രാഖിയും ഭർത്താവും വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരറിഞ്ഞിരിക്കണം. എനിക്കിപ്പോ പേടിയാ. ഈ പൂതനയോടൊപ്പം വന്ദന എങ്ങനെയാ വീട്ടിൽ കഴിയുന്നേ? അത് വേണ്ട മോളെ. അവര് വന്ന കാര്യം രാജീവും അമ്മയെ അറിയരുതെന്നല്ലേ രാഖി പറഞ്ഞിട്ടുള്ളത്. ആ സ്ഥിതിക്ക് അവരെ വിളിച്ചറിയിച്ച് പ്രശ്നം ഉണ്ടാക്കണോ? നീ വിഷമിക്കണ്ട. വന്ദനയുടെ കല്യാണം നടത്താനുള്ള പണമൊക്കെ മാധവേട്ടന്റെ പക്കലുണ്ട്. നീ ലിസ്റ്റ് തയ്യാറാക്ക്. ഏറ്റവും ആദ്യം ബുക്ക് ചെയ്യേണ്ടത് കല്യാണ മണ്ഡപ. എഴുത